ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് മത്തിക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മത്തി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേണ്ടേ കുറച്ച് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിക്കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി കിടക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് മീൻ കറി റെഡി ആയതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ഇനിയും നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. പണ്ടൊക്കെ നമ്മൾ മുളകൊക്കെ വറുത്ത് നമ്മൾ അരക്കല്ലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളി ആ കൂട്ടത്തിൽ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകണം. പിന്നെ നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിടുന്ന വീഡിയോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 1 പിഞ്ച് ഉലുവാപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മത്തിക്കറി നല്ല മത്തിയാണ് കേട്ടോ, നല്ല നെയ്മത്തിയാണ്. നെയ്മത്തിയല്ല, നമ്മുടെ പരിഞ്ഞില മത്തിയാണ്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. ഇതേണ്ട നമ്മൾ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ 3 ഇതേണ്ടത് നമുക്ക് നമ്മുടെ പിണറും പുളി ഓരോ അല്ലിയായിട്ട് എടുക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ 3 അല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറിയത്. മത്തി കുറച്ച് മത്തിയേ ഉള്ളൂ, അപ്പോൾ ആ പുളി ആവശ്യമുള്ളൂ കേട്ടോ. അത്രയും പുളി ഇട്ട് കൊടുത്താൽ മതി. വേണ്ട നമ്മുടെ മത്തിയുടെ പരിഞ്ഞിലിരിക്കുന്നു. നമുക്കൊരു തോരൻ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ടും തിളച്ച് വരട്ടെ. നമ്മുടെ മത്തിക്കറി നമ്മളിതിലേക്ക് തക്കാളി ഒന്നും അരച്ച് ചേർത്തിട്ടില്ലേ. നമ്മുടെ കേരയോ അയിലയോ മറ്റേ നെയ്മീനോ ഒക്കെ ആണെങ്കിൽ ഞാൻ തക്കാളി അരച്ച് ചേർക്കാറുണ്ട് കൊഴുപ്പിന് വേണ്ടിയിട്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ചാറിന്. ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർത്താൽ ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി മാത്രം ചേർക്കുമ്പം മീൻ കറിക്ക് എത്ര കൊഴുപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി അങ്ങിട്ട് കൊടുക്കാം. മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം.
തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീനിട്ട് കൊടുത്തിട്ടുണ്ട്. മീനിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മത്തിക്കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കാം. നമ്മുടെ മീൻ കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടേ, നമുക്ക് ആ ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിനി നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇളക്കാതെ തന്നെ നമ്മുടെ ചട്ടി ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് 2 കൈ കൊണ്ട് പിടിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ, എൻ്റെ ഒരു കയ്യിൽ വീഡിയോ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ 2 കൈ ഉപയോഗിച്ച് അങ്ങനെ ചട്ടി കറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തിയൊക്കെ പൊടിഞ്ഞു പോകും. നമുക്ക് ചെറിയ തീയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ മത്തിക്കറി ആകുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പരിഞ്ഞിലുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ പരിഞ്ഞിലിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളി അരിഞ്ഞ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, പരിഞ്ഞിൽ കുറച്ചേ ഇടുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണേ. അപ്പോൾ അതുകൊണ്ട് ഒറ്റൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുരുമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, പച്ചമുളക് മാത്രം. ഇനി കുറച്ച് കറിവേപ്പില നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാവേ, ഒന്ന് വേവട്ടെ. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് നമ്മുടെ മീൻ കറി നോക്കാം. നമ്മുടെ മത്തിക്കറി എന്തായെന്ന് നോക്കാം. കുറച്ച് കറിവേപ്പില, അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വേവും, ഒരു സൈഡ് വേവത്തില്ല. അപ്പോൾ ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തിയാണിത് കേട്ടോ. കുറേ നാളായി നമുക്ക് ഇങ്ങനത്തെ മത്തി കിട്ടിയിട്ടെ. വാല് നീണ്ട മത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഉരുണ്ട മത്തി കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. എല്ലാവരും ഒരു ലൈക്ക് കൂടെ തന്നു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ഓക്കെ, ബൈ ബൈ.